ലോകത്തെല്ലാ വിഭവങ്ങളും അമേരിക്കയിൽ എത്തണം. ഇതാണ് ട്രംപിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. അതിന് അഫ്ഗാനിസ്ഥാൻ വേദിയാകുന്നു. അങ്ങനെയെങ്കിൽ ഒരു മിലിറ്ററി എയർ പ്രസൻസ് ഉണ്ടാവണം. ഒരുപാട് ഗുണങ്ങളുണ്ട്. ചുറ്റുപാടുമുള്ള രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് തീരാ തലവേദന ഉണ്ടാകുന്ന രാജ്യങ്ങളാണ്. നോക്കൂ, ഇറാൻ ഇതിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്ത് ഇല്ലേ, തെക്കും പടിഞ്ഞാറും കിടക്കുന്നത് അഫ്ഗാനിസ്ഥാൻ, ഇറാനാണ്. അഫ്ഗാനിസ്ഥാൻ ഇസ് ലാൻഡ് ലോക്ക്ഡ്, ഒരു തുറമുഖമല്ല. ഇറാൻ്റെ ഇന്ത്യ വികസിപ്പിച്ചെടുക്കുന്ന ചബഹാർ തുറമുഖം അതുവഴി അഫ്ഗാനിസ്ഥാനിലേക്ക് ഒരു കവാടമാണ്. അത് അഫ്ഗാനിസ്ഥാൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. ഇറാൻ അതിനെല്ലാ സഹായവും ചെയ്യുന്നു. ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ താല്പര്യമുണ്ട്. ഇപ്പോൾ ഇതാ ചബഹാർ തുറമുഖത്തെ ഉപരോധത്തിൽ നിന്ന് മുൻപ് മാറ്റി നിർത്തിയിരുന്നത് അമേരിക്ക വീണ്ടും ചബഹാറിന്, ഇറാനെതിരെയുള്ള ഉപരോധം ചബഹാറിലേക്കും കൂടി വ്യാപിപ്പിച്ചിരിക്കുന്നു. അപ്പം അതിന് കൺസെഷൻ ഇല്ല. അപ്പോൾ ഇന്ത്യക്ക് ശക്തമായ താക്കീതാണ് അമേരിക്ക നൽകിയത്. ഇതെല്ലാം ഇന്ത്യ മനസ്സിൽ വെച്ചിട്ടുണ്ട്, ഇറാനും മനസ്സിൽ വെച്ചിട്ടുണ്ട്. മറ്റേത് ചൈനയാണ്. അമേരിക്ക അവിടുന്ന് വിട്ടുപോയപ്പോൾ ഏറ്റവും ആഹ്ലാദിച്ചത് ചൈനയാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്നും അമേരിക്കയുടെ വിടുതൽ സംഭവിച്ചപ്പോൾ ചൈന റഷ്ഡ് ഇൻടു അഫ്ഗാനിസ്ഥാൻ. സൈന്യങ്ങളല്ല, മറിച്ച് ചൈനീസ് കമ്പനികൾ, ചൈനീസ് സാമ്പത്തിക താല്പര്യങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ വന്നു. അപ്പോൾ റെയർ എർത്തുകളുടെ മേൽ ഇപ്പോൾ തന്നെ ചൈനയ്ക്കാണ് ലോകത്ത് മൊണോപ്പൊളി. ഉക്രൈനിൽ റെയർ എർത്തുകളുണ്ട്, റഷ്യയിലുണ്ട്, ഇല്ലെന്നല്ല, പക്ഷേ മൊണോപ്പൊളി ചൈനയ്ക്കാണ്. അത് ഒരിക്കൽ കൂടി അഫ്ഗാനിസ്ഥാനിലേക്കും കൂടി ചൈനീസ് ടെൻറ്റക്കിൾ, ചൈനീസ് ഡ്രാഗൺ കമ്മിങ് ടു അഫ്ഗാനിസ്ഥാൻ അമേരിക്കയ്ക്ക് അൺആക്സെപ്റ്റബിൾ ആണ്. അതൊരു കാര്യം. പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഇപ്പോൾ അമേരിക്കയോട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നു. അത് ഇന്ത്യയെ മാത്രമല്ല അലോസരപ്പെടുത്തുന്നത്, ഇന്ത്യയെക്കാൾ അലോസരപ്പെടുത്തുന്നത് ചൈനയാണ്. കാരണം ചൈനയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് പാകിസ്ഥാൻ.